ആം ആദ്മി പാർട്ടിയിൽ വിമത നീക്കമെന്ന കോൺഗ്രസ് ആരോപണം തള്ളി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ. പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും പഞ്ചാബ് മോഡലിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞു. ഡൽഹിയിൽ ചേർന്ന പഞ്ചാബ് എംഎൽഎമാരുടെ യോഗത്തിൽ 2027 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഐക്യത്തോടെ പ്രവർത്തിക്കാൻ AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശിച്ചു. രാജ്യതലസ്ഥാനത്തെ അധികാരം നഷ്ടമായതോടെ പരുങ്ങലിലായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയിൽ ഉടലെടുത്ത വിമത സ്വരത്തെ പാടെ തള്ളുകയാണ് നേതൃത്വം. ഡൽഹിക്ക് പിന്നാലെ പഞ്ചാബ് AAPയിലും പ്രതിസന്ധി എന്ന കോൺഗ്രസിന്റെയും BJPയുടെയും ആരോപണങ്ങൾ തള്ളിയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രംഗത്തെത്തിയത്. मेहनत करके घर घर जाके, गलियों में जाके, गांव में जाके, कस्बों में, शहरों में जाके हमने पार्टी बनाई. तो हम ऐसे असल में ना उनके यहाँ कल्चर है इधर जाने का, कभी उधर आने का, कभी वापस आने का. मतलब एक उनका नेता है वो ढोल बजा रहा था कि आम आदमी पार्टी हार गई, तो नीचे कमेंट आ रहे थे कि भाई साहब ये जीरो पे ढोल बजा रहे हो कि आपकी जीरो आई है तीसरी बार. तो अपना फिक्र नहीं करते, दूसरों में नुक्स निकालते रहते हैं. ഡൽഹിയിലെ പരാജയത്തിന് പിന്നാലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പിളർപ്പിന്റെ വക്കിലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഡൽഹിയിൽ തോറ്റതോടെ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് കെജ്രിവാളിന്റെ നോട്ടമെന്നും BJP കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. പഞ്ചാബിലെ 30ഓളം AAP MLAമാർ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് പർത്തബ് സിംഗ് ബജ്വയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് MLAമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഏക സംസ്ഥാനമാണ് പഞ്ചാബ്. അതിനാൽ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പിനെതിരെ ഉയരുന്ന വെല്ലുവിളികൾ നേരിടേണ്ടത് ആം ആദ്മിക്ക് മുന്നിലെ പ്രധാന കടമ്പയാണ്. 2027 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനാണ് പഞ്ചാബ് MLAമാർക്ക് കെജ്രിവാളിന്റെ നിർദ്ദേശം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.